നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ക്ലാറ്റ് 2025 അധിഷ്ഠിത UG PG കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഡിസംബർ 20 വരെ. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റ് 2025 അടിസ്ഥാനമാക്കി ദേശീയ നിയമ സർവകലാശാലയെ 2025-26 അധ്യയന വർഷത്തെ പ്രവേശനത്തിലുള്ള കൗൺസിലിംഗ് നടപടികൾ ആരംഭിച്ചു. പ്രോഗ്രാമുകൾ കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്. 5 വർഷ ഇൻ്റഗ്രേറ്റഡ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കും BA BSc BCom BBA BSW ML LLB 1 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്കും LLM പ്രവേശനത്തിലുള്ള കൗൺസിലിംഗ് നടക്കുന്നത്. കൗൺസിലിംഗ് പങ്കെടുക്കാൻ അർഹത ഉള്ളവർ ഇമെയിൽ SMS വഴി അറിയിപ്പ് ലഭിക്കും. consortiate.ac.in ക്ലാറ്റ് 2025 ക്ലാറ്റ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കൗൺസിലിംഗ് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് ഓരോ റൗണ്ടിലും ഉറപ്പാക്കണം. ഡിസംബർ 20 രാത്രി 10 മണി വരെ രജിസ്റ്റർ ചെയ്യാം. പ്രിഫറൻസ് അപ്ഡേഷൻ. കൗൺസിലിംഗ് പങ്കെടുക്കാൻ ആദ്യം NLU താൽപ്പര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് NLU പ്രിഫറൻസ് എന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അവരുടെ NLU താൽപ്പര്യങ്ങൾ മുൻഗണന നൽകി അപ്ഡേറ്റ് ചെയ്യണം. കുറഞ്ഞത് 15 പ്രിഫറൻസുകൾക്കാണ് നൽകണം. കൂടുതൽ താൽപ്പര്യങ്ങൾ നൽകാം. നൽകുന്നതിലേക്ക് പരിഗണിക്കൂ. മുൻഗണനകൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സമയം പരിധിക്കും എത്ര തവണ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഒരിക്കൽ നൽകുന്ന പ്രിഫറൻസുകളിൽ ഒന്ന് ലഭിച്ചാൽ പിന്നെ അതിനു മുകളിലുള്ള ഉയർന്ന പ്രിഫറൻസുകളിലേക്ക് മാറാൻ കഴിയും. സമയപരിധി കഴിഞ്ഞ് പ്രിഫറൻസ് ക്രമം മാറ്റാൻ അനുവദിക്കുന്നതല്ല. രജിസ്ട്രേഷൻ ഫീ. ഡിസംബർ 20 രാത്രി 10 മണിക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. 30,000 രൂപയാണ് അടയ്ക്കേണ്ടത്. പട്ടിക OBC BC EWS PWD വിഭാഗക്കാർക്ക് 20,000 രൂപയും. രജിസ്ട്രേഷൻ ഫീ തിരികെ ലഭിക്കാനുള്ള അർഹത സംബന്ധിച്ച വ്യവസ്ഥകൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. 5 റൗണ്ടുകൾ. മൊത്തം 5 റൗണ്ട് കൗൺസിലിംഗ് ഉണ്ടാകും. ആദ്യ 3 റൗണ്ടുകളിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിരിക്കും. ഒഴിവുള്ള സീറ്റുകൾ നികത്താൻ മെയ്യിൽ 4-5 റൗണ്ടുകൾ നടത്തും. 5ാം റൗണ്ടിന് ശേഷം ഒഴിവുകൾ ഉണ്ടെങ്കിൽ ആ സീറ്റുകൾ ബന്ധപ്പെട്ട ദേശീയ നിയമ സർവകലാശാല മാനദണ്ഡങ്ങൾ പ്രകാരം നികത്തും. കൺഫർമേഷൻ ഫീസ്. ഓരോ റൗണ്ടിലും ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ലഭിച്ച സീറ്റ് സ്വീകരിക്കാൻ നിശ്ചിത സമയപരിധിക്കകം കൺഫർമേഷൻ ഫീസ് അടയ്ക്കണം. അതോടൊപ്പം തുടർ റൗണ്ടുകളിൽ എങ്ങനെ പരിഗണിക്കപ്പെടണമെന്നുള്ള ഓപ്ഷനും നൽകണം. ആദ്യ 3 റൗണ്ടുകളിൽ ഒന്നിൽ ഒരു സീറ്റ് അനുവദിക്കപ്പെട്ടാൽ തുടർ റൗണ്ടുകളിൽ എങ്ങനെ പരിഗണിക്കപ്പെടാമെന്നുള്ള ഓപ്ഷൻ നൽകും. മുൻപ് കൺഫർമേഷൻ ഫീസ് അടയ്ക്കണം. കൗൺസിലിംഗ് പ്രവേശന പ്രക്രിയയിൽ ഒരിക്കൽ മാത്രമേ കൺഫർമേഷൻ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ. സ്ഥാപനത്തിൽ പ്രവേശനം നേടുമ്പോൾ അടയ്ക്കേണ്ട ഫീസിൽ കൺഫർമേഷൻ ഫീ വക കുളിക്കുന്നതാണ്. ഫീസ് ഫ്ലോട്ട് എക്സിറ്റ്. ഒരു കൗൺസിലിംഗ് റൗണ്ടിൽ ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെടുന്ന പക്ഷം തുടർ റൗണ്ടുകളിൽ എങ്ങനെ പരിഗണിക്കണമെന്ന് വ്യക്തമാക്കാൻ ഫീസ് ഫ്ലോട്ട് എക്സിറ്റ് എന്നീ ഓപ്ഷനുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. ഫീസ് ലഭിച്ച സീറ്റിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുകയും അത് സ്വീകരിക്കുകയും തുടർ റൗണ്ടിൽ താല്പര്യമില്ലാതാകുകയും ചെയ്യുന്ന പക്ഷം ഫീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 1 മുതൽ 5 വരെയുള്ള റൗണ്ടുകളിൽ ഒന്നിൽ ലഭിച്ച സീറ്റ് ഫ്രീസ് ചെയ്യാൻ കൺഫർമേഷൻ ഫീസ് നിശ്ചിത സമയപരിധിക്കകം അടയ്ക്കണം. ആദ്യ 3 റൗണ്ടുകളിൽ ഒന്നിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഫ്രീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നവർ ബാധകമായ യൂണിവേഴ്സിറ്റി ഫീസ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ്, കൺഫർമേഷൻ ഫീസ് എന്നിവ ക്രമീകരിച്ച ശേഷമുള്ള ബാക്കി തുക മെയ് 14 വൈകുന്നേരം 5 അലോട്ട്മെൻറ്റ് ലഭിച്ച നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കണം. ആദ്യ 4 റൗണ്ടുകളിൽ ഒന്നിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫ്രീസ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കൺഫർമേഷൻ ഫീ അടച്ചവരെ അടുത്ത റൗണ്ടിലേക്ക് പരിഗണിക്കുന്നതല്ല. 4ഉം 5ഉം റൗണ്ടുകളിലും ഫ്രീസ് നടപടിക്രമം ഇത് തന്നെയാണ്. സമയപരിധിക്കകം യൂണിവേഴ്സിറ്റി ഫീസ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ്, കൺഫർമേഷൻ ഫീസ് എന്നിവ ക്രമീകരിച്ച ശേഷം ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ അടയ്ക്കണം. പ്ലോട്ട്. ആദ്യ പ്രിഫറൻസിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് ഉയർന്ന പ്രിഫറൻസിലേക്കുള്ള സാധ്യത തുടർ റൗണ്ടുകളിൽ നിലനിർത്തണമെങ്കിൽ അവർ പ്ലോട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. പ്ലോട്ട് ഓപ്ഷൻ നൽകുന്നവർക്ക് ഉയർന്ന മുൻഗണനയുള്ള സീറ്റിലേക്ക് മാറ്റം ലഭിച്ചാൽ അത് സ്വീകരിക്കണം. ആദ്യ 3 റൗണ്ടുകളിൽ ഇതിലേക്ക് കൺഫർമേഷൻ ഫീസ് സമയപരിധിക്കകം അടയ്ക്കണം. 4ാം റൗണ്ടിൽ പ്ലോട്ട് ഓപ്ഷൻ നൽകാൻ സമയപരിധിക്കകം യൂണിവേഴ്സിറ്റി ഫീസ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ്, കൺഫർമേഷൻ ഫീസ് എന്നിവ ക്രമീകരിച്ച ശേഷം ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ അടയ്ക്കണം. 5ാം റൗണ്ടിൽ പ്ലോട്ട് ഓപ്ഷൻ ഉണ്ടാകില്ല. എക്സിറ്റ്. രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം കൗൺസിലിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിച്ച് പ്രക്രിയയിൽ നിന്നും പുറത്തു വരാം.
പ്ലോട്ട് ഓപ്ഷൻ സ്വീകരിച്ചവർ കൗൺസിലിംഗ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്യുകയോ കൺഫർമേഷൻ ഫീ നഷ്ടപ്പെടുത്തി എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിക്കുകയോ വേണം. അവർക്ക് ഏറ്റവും ഉയർന്ന പ്രിഫറൻസ് ഉള്ള സീറ്റ് ലഭിച്ചാൽ ഫ്രീസ് എക്സിറ്റ് ഓപ്ഷൻ മാത്രമേ സ്വീകരിക്കുവാൻ കഴിയൂ. പ്ലോട്ട് ഫ്രീസ് ഓപ്ഷൻ സ്വീകരിച്ച ശേഷം എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിച്ചാൽ കൺഫർമേഷൻ ഫീസ് നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം സീറ്റ് അനുവദിക്കപ്പെടുന്നവർക്ക് ഫ്രീസ്, ഫ്ലോട്ട്, എക്സിറ്റ് എന്നിവയൊന്നും തിരഞ്ഞെടുക്കുന്നതില്ലെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. കൗൺസിലിംഗ് പ്രക്രിയയിൽ നിന്ന് പുറത്താകും. തുടർ റൗണ്ടിൽ അവരെ പരിഗണിക്കുകയില്ല. അലോട്ട്മെൻറ്റ് സമയക്രമം. ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റ് ഫലം ഡിസംബർ 26 രാവിലെ 10 പ്രഖ്യാപിക്കും. കൺസോർഷ്യം അംഗങ്ങളിലേക്ക് കൺഫർമേഷൻ ഫീ അടയ്ക്കാനോ ഫ്രീസ്, ഫ്ലോട്ട് ഓപ്ഷൻ നൽകാനും ജനുവരി 4 ഉച്ചയ്ക്ക് 1 വരെ സമയമുണ്ടാകും. രണ്ടാം റൗണ്ട്, മൂന്നാം റൗണ്ട് ഫലം യഥാസമയം 10 രാവിലെ 10 24 രാവിലെ 10 പ്രഖ്യാപിക്കും. ഈ റൗണ്ടുകളിൽ കൺഫർമേഷൻ ഫീസ് അടയ്ക്കാനും ഫ്രീസ്, ഫ്ലോട്ട് ഓപ്ഷൻ നൽകാനും യഥാക്രമം 16 ഉച്ചയ്ക്ക് 1 വരെയും 30 ഉച്ചയ്ക്ക് 1 വരെയും സമയമുണ്ടാകും. ആദ്യ 3 റൗണ്ടുകളിൽ ഫ്രീസ് ഓപ്ഷൻ സ്വീകരിച്ചവർക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ യൂണിവേഴ്സിറ്റി ഫീസ്, കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ്, കൺഫർമേഷൻ ഫീസ് എന്നിവ ക്രമീകരിച്ച ശേഷം അടയ്ക്കാൻ മെയ് 14 വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. തുടർ റൗണ്ടുകളുടെ സമയക്രമം വെബ്സൈറ്റിൽ അറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. വിവരങ്ങൾക്ക് consorti.umofnlus.ac.in/plat2025 എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.